അതൊന്നും ഈ മരങ്ങൾ വളരുമ്പം എത്ര കണ്ട് വളരണം എന്ന് നമ്മളാരും തീരുമാനിച്ചിട്ടൊന്നുമല്ലല്ലോ വളരും. അതാ മണ്ണിൻ്റെ പുഷ്ടിക്കും വെയിലിൻ്റെ സൗകര്യത്തിനൊക്കെ അനുസരിച്ച് നന്നായും വളരും, അതിനനുസരിച്ച് കുറഞ്ഞും വളരും. അതിലൊന്നും വിഷമമില്ല. അത് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതൊക്കെ മോശമാണ്, പറമ്പിൽ പാടില്ല എന്ന് പറഞ്ഞ് വെട്ടിക്കളയണതിൻ്റെ ഒരു ആന്തല്യായി എന്ന് പറഞ്ഞത് ഇട്ടു. അത് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ ചോദിച്ചാൽ, ഈ അശോകവനിക എന്ന പേരായ ആ പ്രത്യേക സ്ഥലത്ത് ശിംശപം എന്ന് പറഞ്ഞ മരത്തിൻ്റെ താഴെയാണ് സീതാദേവി കൊണ്ട് ഇരുത്തിയത്. അവിടെയാണ് സീത ഇരുന്ന്. കൊട്ടാരത്തിൻ്റെ ഉള്ളിലും നാലുകെട്ടിൻ്റെയും മാളികയുടെയും മുകളിലും അന്തഃപുരത്തിലൊന്നും ആരെ താമസിപ്പിച്ചില്ല. ഈ സീതയെ അവിടെ ഒന്നുമല്ല താമസിപ്പിച്ചത്. അതെന്താ കാരണം ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രത്യേക കാരണമൊന്നും ഇവിടെ പറഞ്ഞിട്ടുമില്ല. എന്താ വെച്ചാൽ ഈ രാവണൻ നമുക്ക് തോന്നും പാവം ഒരു ചെറുപ്പക്കാരൻ പെണ്ണ് കിട്ടാണ്ട് അല്ല 7 ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് അങ്ങനെ വിഷമിച്ച് കഷ്ടത്തിലായപ്പം രാമൻ്റെ ഭാര്യയെ കണ്ടപ്പം പിടിച്ചു കൊണ്ടുപോയതാണ് കുറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ കാരണം എന്നറിയൂ? രാവണന് നല്ല അന്തസ്സായ ഒരു ഭാര്യ, നല്ല പ്രായത്തിൽ നല്ല കേമിയായിട്ടൊരു ഭാര്യ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നതൊന്നും കുടുംബത്തുണ്ട്. അത് പോരാതെ നാട്ടിലെ സകല പെണ്ണുങ്ങളെയും ഉപദ്രവിച്ച് നശിപ്പിച്ച് അങ്ങനെയൊക്കെ ആക്കിയത് അത് വേറെയുണ്ട്. എന്നിട്ട് നാട് മുഴുവനേ നടന്ന് ഉപദ്രവിക്കുന്നത് വേറെയുണ്ട്. അത് പോരായിട്ടാണ് ഇപ്പം രാമൻ്റെ ഭാര്യയെ പതിയെ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയത്. അങ്ങനെയൊക്കെ ഒരു വലിയൊരു കേമനാണ് ആര്? രാവണൻ. അതുകൊണ്ട് ആ ജാതി. അപ്പം ഇതിൻ്റെ ഇങ്ങനത്തെ ആളുകൾ നമ്മൾ എന്താ പറയുക? ഇപ്പം ഇങ്ങനത്തെ ആളുകൾ നമ്മുടെ നാട്ടിലാച്ചാൽ എവിടെ അവർ താമസിക്കുക? അവർ നമ്മൾ എവിടെ താമസിപ്പിക്കുക? ഇന്നത്തെ ഒരു സമ്പ്രദായം വെച്ച് നോക്കിയാൽ, ഇന്നത്തെ നിയമമൊക്കെ വെച്ച് നോക്കിയാൽ അവരെവിടെ നമ്മൾ താമസിപ്പിക്കുക? പൂജപ്പുര അല്ലേ? അതെ അതെ. അല്ലെങ്കിൽ പിന്നെ കണ്ണൂർ, അല്ലെങ്കിൽ വിയ്യൂർ, സ്ഥലമുണ്ട്, സൗകര്യമുണ്ട്, കുഴപ്പമില്ല. ഇല്ലെങ്കിൽ മഹാകേമാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് തീഹാറിലേക്ക് അയക്കാം. അവിടെയാണ് എല്ലാ പ്രധാനികളും ഉള്ളത്, വലിയ വലിയ കേമന്മാരൊക്കെ. ശരിയല്ലേ? ഇത് അവർക്ക് സ്ഥാനം നമ്മൾ അവിടെ കൽപ്പിക്കുക. ശരിയോ തെറ്റോ? അങ്ങനത്തെ കാലാണേ. അപ്പം അതുകൊണ്ട് ഈ രാവണനെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യണത്? കൊണ്ടാടി വാഴിക്കണത് എന്ന് പറയുമ്പം ആ വാഴിക്കണതിൻ്റെ ഒരു ആശയഗതിയും സൈദ്ധാന്തികമായ പശ്ചാത്തലം എന്തായിരിക്കും? ചിന്തിക്കണ്ടല്ലോ അല്ലേ? അത് മതി. അങ്ങനെ ഈ സീതാദേവിയെ കൊണ്ടുവന്ന് ശിംശപാമരത്തിൻ്റെ ചോട്ടിലിരുത്തി എന്നാണ് പറയുന്നത്. ആ കാലം കഴിഞ്ഞപ്പം എന്താ ഡയെന്നാണെങ്കിൽ ഈ രാമൻ ഇപ്പം നമ്മുടെ മാനിനെ പിടിക്കാൻ പോയിരിക്കല്ലേ? മാനിനെ പിടിക്കാൻ പോയി നമുക്ക് കുറച്ച് അങ്ങോട്ട് പോവുക. രാവണൻ്റെ ഇപ്പം സീതാദേവി ഒരിക്കലും എത്തിയല്ലോ. എവിടെ? ആ മരത്തിൻ്റെ ചോട്ടിലെത്തി. ഇനി നമുക്ക് വേദൻ്റെ ഒരു ഒത്തിരി ആശ്വാസമായില്ലേ? ഇനി നമുക്ക് തിരിച്ചങ്ങോട്ട് പോവുക. രാമൻ്റെ ആ കഥ എന്താണ്? ഈ രാമൻ എന്താ വെച്ചാൽ രാക്ഷസം മൃഗരൂപേണ ചരന്തം കാമരൂപിണം നിഹത്യ രാമോ മാരീചം ദൂർണം പതി നിവർത്തത. അങ്ങനെ മാരീചൻ മാനിൻ്റെ രൂപത്തിൽ വന്ന് മോഹിപ്പിച്ച് കൊണ്ടുപോയി ആ മാനിനെ എന്ത് ചെയ്തു? കൊന്നതിൻ്റെ ശേഷം എന്താണ്ടായി വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരുന്ന സമയത്ത് രാമൻ ഇങ്ങനെ തിരിച്ചു പോരും. ചില ദുശകുനങ്ങളൊക്കെ കണ്ടു. എന്താണെന്ന് വെച്ചോ? അശുഭംബത മന്യേഹം ഗോമായുർവാശ്യതേയ. ഗോമായു കുറുക്കന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുക, ഊരിയിടുക. നല്ല പകലേ, നല്ല ശകുനല്ല. പിന്നെ എന്താ വെച്ചാൽ സ്വസ്തിസ്യാദപി വൈദേഹ്യ രാക്ഷസൈർ ഭക്ഷണം വിന. അത് കണ്ടപ്പം രാമന് ഒരു വൈമനസ്യം. രാമൻ പറഞ്ഞു, ഓ സീതയ്ക്ക് ആപത്തൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ ഭഗവാനെ, കാട്ടാളന്മാരൊക്കെയുള്ള സ്ഥലമാണേ. ആര് പറഞ്ഞു? രാമനൊരു ശങ്ക വന്ന രാമൻ തിരിച്ചു പോകുന്നു. കുറച്ചിങ്ങോട്ട് പോരുന്ന സമയത്താണ് അത് ലക്ഷ്മണൻ വരുന്നു. എവിടേക്ക്? തൻ്റെ അടുത്തേക്ക്. അത് കണ്ടപ്പോഴേ മനസ്സിലായി എന്തോ അപകടം ഉണ്ടെന്ന്. ചോദിച്ചു, അഹോ ലക്ഷ്മണ ഗരിഹിന്ദേ കൃത്യം യത്വം വിഹായ താം സീതാമിഹാഗത സൗമ്യ കച്ചിൽ സ്വസ്തി ഭവേദിതി. എന്താ ഉണ്ണിയ നീ ഇങ്ങോട്ട് പോന്ത? സീത അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോരണ്ടായി. സീതാം ഇഹാഗത ഒറ്റയ്ക്കാക്കിയിട്ട് എന്താപ്പോൾ അവിടെ ഉണ്ടായത്? കച്ചിൽ സ്വസ്തി ഭാവം. എന്താ ആപത്തൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. ആര് പറഞ്ഞു? രാമനെ ഒരു വേവലാതി പറയുകയും ചെയ്തു. വിനഷ്ടാവ, അതല്ലേ ഉണ്ടായത്? വിനഷ്ട ഭക്ഷിതാവാപി രാക്ഷസൈർ വനചാരിഭി. കാട്ടാളന്മാരെ പിടിച്ച് അവറ്റോൾ പിടിച്ച് തിന്നു മനുഷ്യന്മാരെ. ശിവ ഒന്നും പറയണ്ട. അങ്ങനെ വേവലാതിയോട് കൂടിയിട്ട് എന്താ ഉണ്ണി ഇങ്ങോട്ട് പോരാൻ കാരണം, എന്തേ പറ്റിയത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് എന്തേ പച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഞാൻ ഇങ്ങോട്ട് പോരുമ്പം ഈ ലക്ഷ്മണൻ വരാണ്ടായ കാരണം അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞില്ല വെച്ചാലും സങ്കടം കൊണ്ട് പറയുകയും ചെയ്തു. അതായത് എന്താ വെച്ചാൽ സീതാദേവി അങ്ങേക്ക് ആപത്തുണ്ടായി എന്ന് കണ്ടിട്ടാണ് എന്നെ എന്ത് ചെയ്തത്? എന്നോട് ഇങ്ങനെ പറഞ്ഞ് ലേശ അപകടമായിട്ടൊക്കെ പറഞ്ഞു. ഞാനത് കേട്ടിട്ട് അങ്ങോട്ട് പോകുന്നത് എന്നും പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ രാമൻ പറഞ്ഞു, ലക്ഷ്മണ അങ്ങനെയൊക്കെ ഈ കൂട്ടരൊക്കെ പറയും ചിലപ്പം. അത് കേട്ടാൽ നമ്മൾ വകതിരിവുള്ളവർ ഇങ്ങോട്ട് പോരാൻ പാടുണ്ടോ? നീ കുറച്ച് വകതിരിവുള്ള കൂടുതലല്ലേ ഉണ്ണി, എന്താ അതുണ്ടായത്? അപ്പം ലക്ഷ്മണൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നോട്. അങ്ങനെ
ഇങ്ങനെയൊക്കെ ആണ്. അത് കേട്ടപ്പോൾ രാമനൊന്നും മിണ്ടിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരും ചിലപ്പോൾ എന്ത് ചെയ്യും? എന്നാലും അങ്ങനെ പോരാൻ പാടില്ലായിരുന്നു. കഷ്ടം തന്നെ. അങ്ങനെ അവർ തിരിച്ച് ആശ്രമത്തിൽ വന്ന് നോക്കിയപ്പോൾ എന്താ അത്, അവിടെ ഇന്നും സീതയെ കാണാനില്ല. വിളിച്ചു, സീതയെ ആശ്രമത്തിലില്ല. സീതയെ എന്ന് വിളിച്ചു, ഇല്ല. എവിടെ നോക്കിയിട്ടും സീതയെ കാണാനില്ല. പരിഭ്രമം കൂടി. അപ്പോഴേക്ക് രാമന് വേഗം വെപ്രാളായേ. അപ്പോൾ വീണ്ടും സീതയെന്ന് വിളിച്ചിട്ട് കാണാനില്ല. എവിടെയുണ്ട്, ആരോടാ ചോദിക്കുന്നത്? അപ്പോഴേക്ക് സങ്കടമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി, നീ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുക, എനിക്ക് ഇഷ്ടമുണ്ടോ പറ്റിക്കാനേ, എന്താ പേടിപ്പിക്കാൻ? അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. സീതയെ ഒന്നും കണ്ടു വരും കുട്ടിയെ, ഇന്ന് പരിഭ്രമാവണോ, എന്തുണ്ടായത് ഇങ്ങനെ ചോദിക്കുക. ഒരു വിവരം ഉറക്ക വിളിച്ചു, മിണ്ടണില്ല. രാമന് തോന്നി തുടങ്ങി സീത അങ്ങനെയൊന്നുള്ള കുട്ടിക്കളി കളിക്കണോളൊന്നും അല്ല, കാണാനില്ല. ആരോടാ ചോദിക്കുക? മനുഷ്യന്മാരൊന്നും അവിടെ ഇല്ല. ഒടുക്കങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. വനദേവതമാരേ നിങ്ങളുമുണ്ടോ കണ്ടു വനജേക്ഷണയായ സീതയെ വഴി പോലെ? കണ്ടോ നിങ്ങൾ? ആരെങ്കിലും കണ്ടോ? കടമ്പ് നീ കണ്ടോ? കൊന്നമര നീ കണ്ടോ? ഇങ്ങനെ മരങ്ങളോടും വള്ളിയോടും ചോദിക്കാന്നല്ലാതെ ആരോടാ ചോദിക്കണത്? അതൊക്കെ ചിലപ്പോൾ ചോദിച്ചു എന്ന് വരും. ബുദ്ധിയൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് തെറ്റുമ്പോൾ നമ്മൾ രാമൻ്റെ ബുദ്ധിയൊക്കെ ഏതാണ്ട് ലേശമൊക്കെ കഥയിലേൻ്റെ കൈ തുടങ്ങി. അങ്ങനെ കരഞ്ഞും നിലവിളിച്ചും സീതയെ എന്ന് പറഞ്ഞ് നടന്ന് മുമ്പിക്ക് പോണ സമയത്ത് കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ അവരെന്തേ കണ്ടു വെച്ചാൽ സീതാന്വേഷണം ചെയ്തും കൊണ്ട് പോയി ഇങ്ങനെ മുമ്പിക്ക് പോകുമ്പോൾ അപ്പുറത്ത് ഈ വള്ളിയും അതുപോലെ മരത്തിൻ്റെ ചില്ലയൊക്കെ വെട്ടി മുറിഞ്ഞ് കഷ്ണമായിട്ട് നുറുങ്ങി ഇങ്ങനെ കിടക്കണു. അമ്പോ ഒന്നും പറയണ്ട. എന്തിപ്പത് ഇവിടെ എന്തോ കാര്യമായിട്ട് ഈ വള്ളികളൊക്കെ ചവിട്ടി ചതഞ്ഞും മുടിഞ്ഞും മുറിഞ്ഞും വാളിൻ്റെ വെട്ടുകൊണ്ട് നുറുങ്ങിയും ഒക്കെ കിടക്കണം. ശാന്തമായ ഈ ഭാഗത്ത് ഇങ്ങനെയൊരു ചതയിലും മുടിയലും ഉണ്ടാവാൻ എന്താണാവോ കാരണം? നോക്കി ഇങ്ങനെ നടന്നപ്പം ഒരു രാക്ഷസൻ അവിടെ ഇങ്ങനെ കിടക്കണുണ്ട്, ചുവന്ന നിറത്തിൽ. എന്താന്ന് മനസ്സിലാവണില്ല, എങ്ങനെ ഇരിക്കണു. ലക്ഷ്മണ ബന്ധന്നെയാവുന്ന തിന്നത് രാക്ഷസൻ അല്ലേ? ഇവിടെയൊക്കെ തകർത്തതിൻ്റെ ശേഷം നോക്കൂ, ഇവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? തിന്നിട്ടുണ്ടാവും. ഹാ പ്രിയേതി ചുക്രോശ ബഹുശോ ബാഷ്പഗത. ഹാ പ്രിയേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ കരഞ്ഞ് കുറച്ച് മുമ്പിലേക്ക് ചെന്ന സമയത്താണ് എന്താ ഇപ്പോൾ പറയണു, ഈ ലക്ഷ്മണൻ ഇങ്ങനെ ആശ്വസിപ്പിക്കണ്ട. നോക്കൂ, ലക്ഷ്മണനെ ആശ്വസിപ്പിച്ചിരിക്കുന്ന സമയത്തും രാമൻ ചില വർത്തമാനം പറഞ്ഞു. രാമൻ പറഞ്ഞു, ഉണ്ണിയെ എന്നെപ്പോലെ ഒരാളെ നീ കണ്ടിട്ടുണ്ടോ? മദ്വിധോ ദുഷ്കൃത കർമ്മകാരി. എന്നെപ്പോലെ ഒരു കഷ്ടത്തിൽ ചാടിയോനെ കണ്ടിട്ടുണ്ടോ ഉണ്ണിയെ നീയേ? എന്താ ഇപ്പം പറയേണ്ടത്? മന്യേ ദ്വിതീയോസ്തി വസുന്ധരായാം. രണ്ടാമതൊരാൾ ഈ ജാതി മട്ടിലുള്ളവർ ഉണ്ടാവാൻ വഴിയില്ല. ശോകാനുശോകോ ഹി പരമ്പരായ മമേതി ഭിന്ദൻ ഹൃദയം മനശ്ച. ശോകത്തിൻ്റെ ദുഃഖത്തിൻ്റെ മുകളിൽ ദുഃഖത്തിൻ്റെ മുകളിൽ ഇങ്ങനെ അടിക്കടി ദുഃഖമായിട്ടാണല്ലോ പരമ്പരയായിട്ട് വരുന്നത്. ഒന്ന് നോക്കൂ എൻ്റെ കാര്യം. പൂർവം മയാ നൂനം അഭിപ്സിതാനി പാപാനി കർമാണ്യസകൃൽ കൃതാനി തത്രായമദ്യാപതിതോ വിപാകോ ദുഃഖേന ദുഃഖം യദഹം വിശാമി. എന്തെങ്കിലുമൊക്കെ പണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലവും ദുഃഖത്തിൻ്റെ മുകളിൽ വീണ്ടും ദുഃഖമായിട്ട് ഇങ്ങനെ വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുണ്ണി. എന്താ ഇപ്പം പറഞ്ഞത്? രാജ്യപ്രണാശ, രാജ്യം പോയി. അതല്ലേ സ്വജനൈർവിയോഗ, സ്വന്തക്കാരായിട്ട് വെട്ട് പിരിഞ്ഞ് പോകുന്ന ഇവിടെ എത്തി. പിതുർവിനാശോ, അച്ഛനും മരിച്ചുപോയി. ജനനീ വിയോഗ, അമ്മയും പോയി. അതും ഇല്ലാണ്ട് സർവാണി മേ ലക്ഷ്മണ ശോകവേഗം ആപൂരയന്തി പ്രവിചിന്തിതാനി. ഒന്ന് വെച്ച കഴിഞ്ഞ അടുത്തത് വെച്ച് കഴിഞ്ഞാൽ അടുത്തതൊക്കെ ദുഃഖം. ഒന്ന് കഴിഞ്ഞാൽ ഇത്തിരി സന്തോഷം, അങ്ങനെയല്ലേ പതിവ്. ഇതൊന്നുമില്ലേ, ദുഃഖത്തിൻ്റെ മുകളിൽ ദുഃഖം. രാജ്യം പോയി, അച്ഛൻ മരിച്ചു, സ്വന്തക്കാരെയൊക്കെ വിട്ടു പോരേണ്ടി വന്നു, അമ്മയില്ല, എല്ലാം ദുഃഖം. ഇങ്ങനെ ഒരാളെ സർവം തു ദുഃഖം മമ ലക്ഷ്മണേദം ശാന്തം ശരീരേ വനമേത്യശൂന്യം. അതിൻ്റെ മുകളിലാണപ്പം കൂനുമ്പക്കുരു എന്ന് പറഞ്ഞ മാതിരി ഇപ്പം സീതയുടെ ഈ ഒരു ദുഃഖം. സീതയില്ലല്ലോ എന്നുള്ള ദുഃഖം. രാമൻ ആദ്യമായിട്ടാണ് ഹൃദയം ഒന്ന് തുറന്ന് ഇജാതി ഒരു വർത്തമാനം പറഞ്ഞ് സങ്കടപ്പെടുന്നത്. എന്തല്ലേ. അപ്പം അവർ നോക്കി മുമ്പിലേക്ക് വന്ന സമയത്ത് രാമന് കുറേ ദേഷ്യമൊക്കെ വന്നു. സീതയെ കാണാണ്ട് വന്നപ്പോഴേ ദേഷ്യം വന്നു, കുറേ കോപിക്കലൊക്കെ ഉണ്ടായി. പാവം. അപ്പോഴൊക്കെ നമ്മുടെ ലക്ഷ്മണനാണ് കേട്ടോ, മഹാഗേമൻ ലക്ഷ്മണൻ. ഇങ്ങനെ അടുത്തേക്ക് വന്ന് ഏട്ടാ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ കുറച്ച് മുമ്പിലേക്ക് ചെന്നപ്പോൾ സീതയുടെ ആഭരണത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ കണ്ടു. അതിൻ്റെ അപ്പുറത്താണ് ഒരു കാട്ടാളൻ കിടക്കണോ. കാട്ടാളനല്ല, നമ്മുടെ പക്ഷിയാണ്. ഏതാ പക്ഷി?
ജേട്ടായുവിനെ കണ്ടാൽ മനസ്സിലാവില്ല. എന്താ വെച്ചിട്ടുണ്ടോ, ചിറക് ശരീരത്തോടു കൂടി വെട്ടിക്കളഞ്ഞു, കാല് രണ്ടും വെട്ടിക്കളഞ്ഞ് ചോരയിൽ മുങ്ങിക്കിടക്കണേ ഈ പക്ഷിയെ കണ്ടാലുണ്ടോ മനസ്സിലാവണു ഇന്ന ആളാണെന്ന്. അപ്പോൾ അത് കാട്ടാളനാണ്. ചോരയൊക്കെ അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോഴേ കാട്ടാളൻ സീതയെ തിന്ന് അങ്ങനെ വിശ്രമിച്ച് കിടക്കാവെന്ന് വിചാരിച്ചു. അയ്യോ എന്താ അത് നോക്കൂ, ഇങ്ങനെയൊരു ചെന്നപ്പോഴാണ് പറഞ്ഞത്, ഈ പക്ഷി പറഞ്ഞു, ഞാൻ ആരല്ല, ഞാൻ കാട്ടാളനല്ല, ഞാൻ ആരല്ല, അങ്ങയുടെ ശത്രു അല്ല, അങ്ങയുടെ ഭാര്യയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ എന്നെക്കൊണ്ട് ആവണ മട്ടിൽ ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ഉണ്ടായെന്നറിയൂ, സീത പോയി എങ്ങോട്ട്, സീതാമാതായ വൈദേഹീം ഉൽപ്പപാത വിഹായസം രക്ഷതാം നിഹതം പൂർവം നാം നഹന്തും ത്വമരഹസി. അങ്ങനെ സീതയും കൊണ്ടുപോകുന്ന സമയത്ത് രക്ഷിക്കാനായിട്ടാണ് ഞാൻ ഈ വിധം നശിച്ചത്, എൻ്റെ ഈ ജീവിതം നശിച്ചത് സീതയെ രക്ഷിക്കാനാണ്. അതുകൊണ്ട് അങ്ങ് ഇനി എന്നെ കൊല്ലേണ്ടതായിട്ടില്ല എന്നും പറഞ്ഞു. എന്ത്, ഞാൻ ഏതാണ്ടൊക്കെ മരിച്ച മട്ടാണ്. സീതയും കൊണ്ട് പോയി, അതുണ്ടായത്. ഇത് കണ്ടപ്പോഴൊക്കെ ഈ രക്ഷസ്, അതായത് രക്ഷസാണെന്ന് വിചാരിച്ചിരിക്കണേ ഇത് പക്ഷിയാണ്. നമ്മുടെ അച്ഛൻ്റെ മുമ്പ് പറഞ്ഞത് ഓർമ്മയില്ലേ, അച്ഛനെ പോലെ ബഹുമാനിക്കണ്ടേ, അച്ഛൻ്റെ സുഹൃത്തായ മഹാത്മാവ് എന്താ അല്ലേ. അപ്പോൾ ഈ ദേഹം രാമൻ ആ സങ്കടം കണ്ടിട്ട് വല്ലാതെ ദുഃഖമായിട്ട് പറയുകയും ചെയ്തു, രാജ്യം ഭ്രഷ്ടം വനേ വാസ സീതാ നഷ്ടോ മൃതോബ്ദിജ ഈദൃശീയം മമാലക്ഷ്മി ദഹേദഭി പാവകം. രാജ്യം പോയി, കാട്ടിൽ താമസായി, ഇപ്പോൾ സീതയും പോയി. നമുക്ക് അല്ലേ കൂടെ ഉണ്ടായിരുന്ന അച്ഛനെ പോലെ ബഹുമാന്യനായ ഈ ദ്വിജൻ പക്ഷി നമ്മൾക്ക് വേണ്ടി നമ്മുടെ കൂടെ കൂടുന്നവർക്കും നാശാണേ, നമ്മൾക്കോ ദുരിതം, കൂടെ കൂടിയവർക്കും അതിലേറെ ദുരിതം. അതുകൊണ്ട് പറയുകയാൽ ഈദൃശീയം മമ അലക്ഷ്മീഹി, ഇങ്ങനെയൊരു ഐശ്വര്യക്കേട്, ഇങ്ങനെയൊരു അശ്രീകരത്വം എങ്ങനെ ഉണ്ടായി. ദഹേതപിഹി പാവകം, തീക്കായിരുന്നു വെച്ചാൽ തീ പോലും തൊണ്ട് കത്തിപ്പോവുമായിരുന്നു. എന്താർത്ഥം, അഗ്നി പോലും ദഹിച്ചു പോണ ജാതിയിലുള്ളതായ ദുഃഖത്തിൻ്റെ കഥകളല്ലേ ഇരിക്കണത്. നിസ്തഭാഗ്യതരോ ലോകെ ഒന്നും പറയണ്ട, എന്നെപ്പോലൊരു ഭാഗ്യമില്ലാത്തവൻ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഈ പക്ഷി ശ്രേഷ്ഠൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ ഇങ്ങനെ നല്ലോണം തലോടിയിട്ട്, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ വായേന്ന് ഇങ്ങനെ ചോര ഇങ്ങനെ വരികയാണേ, പറഞ്ഞു, പുത്രോ വിശ്രവസ സാക്ഷാൽ ഭ്രാതാ വൈശ്രവണസ്യ ച ഇത്യുക്തുവാ ദുർലഭാൻ പ്രാണാൻ മുമുമോച. അത് ഈ രാവണനാണ് കൊണ്ടുപോയത് എന്നൊരൊറ്റ വാക്യം പറയലും കഴിഞ്ഞു. രക്തം ഛർദ്ദിച്ചാര് മരിച്ചു, പക്ഷി മരിച്ചു, അത്രേ പറയാൻ പറ്റിയുള്ളൂ, വേറെ ഒന്നും പറയാൻ പറ്റിയില്ല. രക്തം വാർന്നൊഴുകി മരണാസന്നനായിട്ട് കിടക്കുകയായിരുന്നില്ലേ, അത് പറഞ്ഞ് അദ്ദേഹം മരിച്ചു. ബ്രൂഹി പറയൂ എന്ന് പറഞ്ഞ് ആര് പറയാനാ, അത് മരിച്ചുപോയി, പക്ഷി മരിച്ചു പോയപ്പം എന്താ അല്ലേ നോക്കൂ, നമുക്ക് എത്രയോ കാലം ജീവിച്ച പക്ഷി നമുക്ക് വേണ്ടി ഇന്ന് മരിച്ചു. ഏതായാലും നമ്മുടെ ഇങ്ങനെയൊരു സഹായിയായിട്ട് കാട്ടിലിരുന്ന് ഈ പക്ഷിരാജാവിന് എന്ത് ചെയ്യണം, മരത്തിൻ്റെ വിറകിൻ്റെ മുട്ടിയൊക്കെ കൊണ്ടുവന്ന് കൂട്ടി വെച്ച് നല്ലോണം ശവദാഹമൊക്കെ കഴിച്ചു. അച്ഛനെ പോലെ ആരെ കണക്കാക്കി, അച്ഛൻ്റെ സുഹൃത്തായ പക്ഷിശ്രേഷ്ഠനെ ശവദാഹമൊക്കെ കഴിച്ചു. എന്ത് ചെയ്യൂലേ, ദുഃഖം തന്നെ ദുഃഖം. അതുകൊണ്ട് ഈ അച്ഛനെ പിണ്ടം കഴിക്കണ മാതിരി അദ്ദേഹത്തിന് സ്വർഗമനം ഉണ്ടാവാനായിട്ട് പിണ്ടക്രിയൊക്കെ കഴിച്ചു. അവിടുന്ന് പിണ്ടക്രിയൊക്കെ കഴിച്ചു. അവർക്ക് മനസ്സിലായി രാവണനാണ് കൊണ്ടുപോയത്, അങ്ങനെ യുദ്ധമൊക്കെ ഉണ്ടായി, അതിൻ്റെ രക്ഷണമെന്ന്. അവരവിടുന്ന് ഇറങ്ങി നടന്നു രാവണൻ തെക്കൻ ദിക്കിലേക്കല്ലേ, തെക്കോട്ട് ഇറങ്ങി നടന്ന് അവരിങ്ങനെ പോന്നു കുറേ ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. കാട്ടിക്കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ മതംഗ മഹർഷിയുടെയൊക്കെ ആശ്രമം എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് കുറച്ചും ഇങ്ങോട്ട് ചെന്ന് ഒരു ദിക്കിൽ കാട്ടിലെത്തിയപ്പം സമാസാദ്യതൗ വീരോ പ്രചണ്ഡം ഭ്രാതുരഗ്രതവും. ലക്ഷ്മണനാണെങ്കിൽ ഏട്ടൻ്റെ മുമ്പിലാണ് നടക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടോ, ഏട്ടൻ ഈ ദുഃഖം കാരണം കണ്ണും കാണാണ്ടിരിക്കണം. കണ്ണ് കാണാണ്ടിരിച്ച എന്താർത്ഥം, എന്താന്നും വഴിയൊന്നും കാണില്ല, കണ്ണ് വല്ല പാമ്പൊന്നും വന്നാലും കാണില്ല. അപ്പോൾ മുമ്പിലാരാ നടക്കണത്, ലക്ഷ്മണൻ. ഇല്ലെങ്കിലും മുമ്പിൽ ലക്ഷ്മണൻ തന്നെയായിരുന്നു നടന്നായിരുന്നു, ഓർമ്മയുണ്ടോ. മുമ്പിൽ ലക്ഷ്മണൻ, പിമ്പിൽ സീത, അതിൻ്റെ പിമ്പിൽ രാമൻ. ഇതല്ലേ ക്രമം. ഇപ്പോൾ സീത പോയില്ലേ, ഇപ്പോൾ മുമ്പിൽ ലക്ഷ്മണനും പിമ്പിൽ രാമനേ ഉള്ളൂ. രണ്ടാളും കൂടി ഇങ്ങനെ പോയി കാട്ടിക്കൂടി സങ്കടം കൊണ്ട് വയ്യ. വലിയേട്ടൻ ഇങ്ങനെ നിലവിളിക്കണു. രാമൻ ലക്ഷ്മണൻ്റെ ഉള്ളിൽ എന്തുണ്ട്, കലശലായിട്ട് സങ്കടമുണ്ട്, പറയണില്ല എന്നേ ഉള്ളൂ, വിഷമുണ്ട്, നല്ലവണ്ണമുണ്ട്, വേദനയുണ്ട്. അപ്പം അങ്ങനെ രാമനും ലക്ഷ്മണനും കൂടി ഇങ്ങനെ പോകുമ്പം മുമ്പിൽ ലക്ഷ്മണൻ അങ്ങനെ പോകുമ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കാട്ടാളത്തി ഓട്ടി ഇങ്ങോട്ട് വന്നു. ആ കാട്ടാളത്തിൻ്റെ പേരെന്താണെന്നറിയൂ, അയോമുഖി എന്ന് പറയും. എന്താ പേര്,
അയോമുഖി നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല എങ്ങനെ ഒരുത്തിയുടെ പേര്, അയോമുഖി എന്ന രാക്ഷസിയുടെ പേര്. ഇവളിങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ലക്ഷ്മണൻ്റെ കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് വലിച്ച് ആ ഗുഹയിലേക്ക് കൊണ്ടുവന്നു. ഏഹി രംസ്യാവഹേ എന്നും പറഞ്ഞു. അതിൻ്റെ അർത്ഥം അയാളത്തെ പറഞ്ഞ അശ്ലീല. ഏഹി വരൂ, രംസ്യാവഹേ നമുക്ക് രമിക്കുക എന്ന് പറഞ്ഞ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി? ഗുഹയിലേക്ക്. ഇവിടെ നമ്മൾ പറയാറില്ലേ ഈ ഒരു ദിക്കിൽ പ്രസവവേദന, മറ്റേക്കില് എന്നൊക്കെ പറയാറില്ലേ, വീണവായന എന്ന് പറഞ്ഞാൽ മതി. ഇവൾക്ക് രംസ്യാവഹേ എന്ന്. അപ്പുറത്താണെങ്കിൽ ഇങ്ങനെ കത്തുകയാണ് ഹൃദയം, എന്താ ശല്യാതെ. അതാണ് ഓരോരുത്തരുടെ വൈകാരിക പശ്ചാത്തലം അറിയാതെ വിഡ്ഢിത്തരങ്ങൾ കാണിച്ച ആപത്തായിട്ട് തീരുന്നതാണ്. അങ്ങനെ ഏഹി രംസ്യാവഹേ എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ്റെ കയ്യും പിടിച്ച് ബലാത്കാരേണ എങ്ങോട്ട് പിടിച്ചുകൊണ്ട് ഇവള് ഈ രാക്ഷസി പിടിച്ചോണ്ട് ലക്ഷ്മണൻ അങ്ങോട്ട് ദേഷ്യം വന്നു. ലക്ഷ്മണൻ എന്താ ചെയ്തു വെച്ചാൽ തൻ്റെ കയ്യിലിരിക്കാൻ വാളങ്ങോട്ട് എടുത്തിട്ട് നോക്കൂ, അതന്നെ അയോമുഖിയാണ് ഇവളുടെ ഇങ്ങോട്ട് ഖഡ്ഗമുദ്ധരത്യ ലക്ഷ്മണ കർണനാസൗ സ്തനൗ ചാസ്യ നിചകർത്താരിസൂദന. അതാണത്. ഏത്? കർണനാസൗ കുച്ചൗ എന്ന് വെച്ചാൽ സ്തനവും. കർണനാസം ചെവിയും മൂക്കും സ്തനങ്ങളും മുറിച്ചു. ഇവളുടെയാണ് എന്ത് ചെയ്തത്? അയോമുഖി എന്ന് പറഞ്ഞ കാട്ടാളത്തിയുടെയാണ് മൂക്കും മുലയും ചെവിയും മുറിച്ചത്. അതാണ് നമ്മൾ ആർക്ക് ചാർത്തി കൊടുത്തത്? ശൂർപ്പണഖയ്ക്ക്. അധ്യാത്മരാമായണത്തിൽ ഈ അയോമുഖി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ കുറിച്ചൊന്നുള്ള വിസ്താരമൊന്നും ഇല്ല. അപ്പം അതാർക്ക് കൊടുത്തു? ഇതിവിടെ ലക്ഷ്മണൻ ചെയ്തതിൽ വലിയ തെറ്റ് പറയാൻ പറ്റില്ല. എന്താ കാരണം? ഇപ്പൊ ഒരു പെൺകുട്ടിയോടാണ്, ഒരു സ്ത്രീയോടാണ് ഒരു പുരുഷൻ ഇത് ചെയ്തത് വെച്ചാൽ നല്ല സമ്പ്രദായമോ ചീത്ത സമ്പ്രദായമോ? പറഞ്ഞ വാക്കാ മോശം വാക്കാണല്ലോ പറഞ്ഞത്. അല്ലത് വരൂ നമുക്ക് രാമായണം കഥ പറയാം, തിരുനാമം ചെല്ലാൻ വരൂ നല്ലല്ലോ വിളിച്ചത്. ഏഹി രംസ്യാവഹേ, രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല, അശ്ലീലാണ്. അപ്പം അതുകൊണ്ട് അതൊരു പുരുഷൻ ഒരു സ്ത്രീയോടാ ചെയ്തേച്ചാൽ മഹാമോശമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കേസെടുത്ത് ജയിലിൽ കിടക്കേണ്ട കുറ്റാണ്. അപ്പോൾ സ്ത്രീ പുരുഷനോട് ചെയ്താലും അങ്ങനത്തെ ചീത്തത്തല്ലേത്. അപ്പം അങ്ങനെയുള്ള ഒരാളോട് ക്ഷത്രിയൻ അധികാരം നടത്താൻ പ്രാപ്തിയുള്ളൊരു ക്ഷത്രിയൻ ഈ വിധം പ്രതികരിച്ചു വെച്ചാൽ അവിടെ തെറ്റ് പറയാൻ പറ്റില്ല. അതുതന്നെയാണ് ആര് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ അയോമുഖി എന്ന് പറഞ്ഞ കാട്ടാളത്തിയാണ് ഈ പറഞ്ഞ മൂക്കും മുലയും മുറിച്ചു എന്ന് പറഞ്ഞ കഥയിലെത്തിയത്. അവിടെ നിന്ന് അവരെ വേഗം പോന്നു. സ്പന്ദതേമേ ദൃഢം ബാഹുർ, നോക്കൂ എൻ്റെ മനസ്സും കയ്യും കാലും ഒക്കെ തളരുന്നു. അതുകൊണ്ട് ഈ ദുർനിമിത്തങ്ങൾ കാണണോ. രാമനും ലക്ഷ്മണനും കരഞ്ഞ് പോണ സമയത്ത് ഈ ലക്ഷ്മണൻ ഇടയ്ക്ക് ഏട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, ഏട്ടൻ ഇങ്ങനെ കരയരുത്, ഇങ്ങനെ കരയരുത്, നമ്മൾ മനസ്ഥിതിയോട് കൂടി മുമ്പിക്ക് പോവുക എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ കൊണ്ടുപോകും. അതായത് അനിയനാണെങ്കിലും ഇപ്പൊ ലക്ഷ്മണനാണ് ഭാവം കൊണ്ട് എന്ത് ഏട്ടൻ പറഞ്ഞ മനസ്സിലായില്ലേ? അങ്ങനെ ധിക്കാരം കൊണ്ട് പറയല്ല. ഏട്ടൻ കഷ്ടത്തിലായ സമയത്ത് കഷ്ടത്തിലാവാത്ത ബുദ്ധിയെ പിടിച്ച് നിർത്തിയിട്ട് ഒരു താങ്ങായിട്ട് നിൽക്കുന്നത് ആരാണ്? വാസ്തവത്തിൽ അങ്ങനെയാ വേണ്ടത്. അതാണ് ശരിയായ സ്നേഹം. ഇപ്പം നമുക്ക് നമ്മുടെ കൂടെയുള്ള ഒരാൾ വല്ലാതെ കഷ്ടപ്പെട്ട ദുഃഖത്തിലാണെങ്കിൽ നമുക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നെഞ്ചത്തടിച്ച് കെട്ടിപ്പിടിച്ച് നിലവിളിച്ച് തല തല്ലി കരയാനൊക്കെ എളുപ്പമാണ്. അതിൽ വലിയ മഹിമയില്ല. വേണ്ടത് എന്താണ്? കരയുമ്പോൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് പുറത്ത് തലോടി ആ ദുഃഖത്തിൽ നിന്ന് കുറേശ്ശെ ആശ്വസിപ്പിച്ച് ഇല്ലേ അദ്ദേഹത്തെ കുറേശ്ശെ എന്ന് രക്ഷിച്ച് കൊണ്ടുവരാൻ നമുക്ക് എന്തുണ്ടാവണം? അദ്ദേഹത്തെക്കാളും ഇത്തിരി ഉറപ്പുള്ളിലുണ്ടാവണ്ടേ. ആ ഉറപ്പുണ്ടാക്കി അത് ലക്ഷ്മണനത് സൂക്ഷിച്ചു വെച്ചു. ആ ഉറപ്പ് ദുഃഖം ഉണ്ടെങ്കിലും ജ്യേഷ്ഠനെ നല്ലോണം ഇങ്ങനെ കൂടെ കൂട്ടി പറയുന്നുണ്ട്. അങ്ങനെ ഇവരെ രാമലക്ഷ്മണന്മാർ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണേ. നടന്ന് ഇവരിങ്ങനെ കുറേ മുമ്പിലേക്ക് പോയപ്പം ഒരു സാധനം കണ്ടു. ഒരു സാധനം എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്ന് പറഞ്ഞാൽ മതി, ഒരു രൂപം. കാട്ടാളനാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ എന്ത് രൂപമാണെങ്കിലും സാധനത്തിൻ്റെ തലയും വാലും കണ്ടാലേ മനസ്സിലാവുള്ളത് എന്താ ജാതി എന്ന്. ഇത് തലയും വാലും ഒന്നും കാണാനും ഇല്ല. വക്ഷസിവദനവും യോജനബാഹുക്കളും. അതെന്താ അത്? തലയില്ലേ ഇനി എന്ത്? വക്ഷസി വദനവും യോജനബാഹുക്കളും. അതാര്? ഒരു സ്വരൂപം, അങ്ങനത്തെ ഒരു സ്വരൂപം. ഇവൻ്റെ വയറ് വയറ്റത്താണ്. അത് സൗകര്യമായി. എന്താ കാരണം? അധികം സഞ്ചരിക്കണ്ടല്ലോ അങ്ങോട്ട് എത്താൻ. വക്ഷസി വയറ്റത്ത് ഏതാണ്ട് നെഞ്ചത്ത് വയറ്റത്ത് വായുണ്ട്. പിന്നെ യോജനബാഹുക്കളും വലിയ നീണ്ട കയ്യായിട്ട്. അങ്ങനെ ഈ രാക്ഷസൻ എന്താ ചെയ്തു വെച്ചാൽ ഇവൻ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇവരിങ്ങോട്ട് പിടിച്ചു. നീണ്ട കൈകൊണ്ട് രാമലക്ഷ്മണന്മാരെ പിടിച്ചപ്പം ഇതിപ്പോൾ അതിലേറെ കഷ്ടമായി. എന്താ കാരണം? ഓരോ ദുരിതമായിട്ട് പോകുമ്പോഴാണ് വേറെ ഓരോ
ദുരിതം കൂടി വരണതേ. രണ്ടാളിനെ എൻ്റെ കൈകൊണ്ടും കിട്ടി പിടിച്ച സമയത്ത് ചിച്ഛേദരാമോ വേഗേന സവ്യം വീരസ്തു ലക്ഷ്മണ സപപാത മഹാബാഹു ഛിന്നബാഹുർമഹാസുന ഇങ്ങനെ ഇങ്ങോട്ട് ചുറ്റി ഇങ്ങോട്ട് പിടിച്ച സമയത്ത് ഒരു കയ്യെ രാമനും മുറിച്ചു, മറ്റേ കയ്യെ ലക്ഷ്മണനും അങ്ങോട്ട് മുറിച്ചു. മുറിച്ച കയ്യെ രണ്ടും മുറിച്ചപ്പോഴാണ് ഇവൻ്റെ പേര് കബന്ധൻ എന്നാ പേര്. എന്താ പേര്? കബന്ധൻ. കബന്ധൻ എന്നവന് അർത്ഥം എന്താണെന്നറിയൂ? കബന്ധം എന്ന് പറഞ്ഞാൽ തലയില്ലാത്ത ഉടലിന് എന്ത് പറയും? കബന്ധം എന്ന് പറയും. ശരീരം ഈ യുദ്ധഭൂമിയിലൊക്കെ തല വെട്ടിക്കളഞ്ഞിട്ട് തല പോയിട്ട് കിടക്കുന്ന ശരീരത്തിനാണ് എന്ത് പറയുക? കബന്ധം എന്ന് പറയും. കബന്ധം എന്നുള്ളതിന് വേറൊരർത്ഥം കൂടി ഉണ്ട്. കുഴച്ചു ഉരുട്ടി ഉണ്ണാൻ വെച്ച ഉരുളയ്ക്ക് എന്ത് പറയും? കബന്ധം എന്ന് പറയും. അന്നമുണ്ടു കുളമോ കബന്ധമുണ്ടുന്നതക്ഷിതിപയുദ്ധഭൂമിയോ എന്നതല്ല. കേട്ടിട്ടില്ലേ? ഉമാകേരളം എന്ന് കേട്ടിട്ടില്ലേ? ഉള്ളൂരിൻ്റെ അതിലത്തെ വരികളത്. എന്നതല്ല പലഹാരമുണ്ട് ഇതാണ് സന്നതാംഗിയുടെ ചാരു കണ്ഠമോ ഒക്കെ അതിലത്തെ വരികളതൊക്കെ. അന്നമുണ്ട് കുളമോ, അന്നമുണ്ട്, അന്നം ചരയന്നം കുളമാണോ അല്ല ഊണഴിക്കുന്ന അവിടെ. അപ്പം രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് പറയണേ. എന്ത്? അന്നമുണ്ട് കുളമാണോ? ചോറുണ്ണാണ്. അന്നം ച അന്നം എന്നും അർത്ഥമുണ്ട്, അരയനെന്നും അർത്ഥമുണ്ട്. പിന്നെന്താണ്? കബന്ധമുണ്ടുന്നതക്ഷിതിപയുദ്ധഭൂമിയോ. കബന്ധം ചെന്ത ഉരുളിയുണ്ട്, തലയില്ലാത്ത ഉടലുണ്ട്, യുദ്ധഭൂമിയാണ്. രണ്ടും ചേരണ്ടേ. എന്നതല്ല പലഹാരമുണ്ട്. പലഹാരം പലഹാരം ഹാരം ച മാല, പലജാതി മാലയുണ്ട്. സന്നതാംഗിയുടെ ചാരു കണ്ഠമോ. ഏതെങ്കിലും സുന്ദരിയുടെ നല്ല ഭംഗിയുള്ള കഴുത്താണ്, അവിടെയുള്ള കുറേ മാല ഉണ്ടാവുക. അപ്പം പലഹാരം എന്നുള്ളതിന് പലഹാരം എന്നും അർത്ഥമുണ്ട്, പലഹാരം. അപ്പോൾ ഉള്ളൂരിൻ്റെ കസർത്താണെന്നൊക്കെ. എന്ത്? ഉമയമറാണിയുടെ മക്കൾ മരിച്ച സമയത്തുള്ള അവിടെ ഭംഗി ഉണ്ടായില്ല, ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒരു മരണ സന്ദർഭം വർണ്ണിക്കും ഇങ്ങനെ എന്ത് ശ്ലേഷവും യമകവും ഒന്നും വെച്ച് പറയരുതെന്നൊക്കെ പറഞ്ഞ് വിമർശകന്മാർ പണ്ട് അത് അവിടെ കബന്ധം എന്നൊക്കെയുള്ള പ്രയോഗം നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞതല്ല. ഈ പ്രയോഗം ഭാഷയിൽ ഇങ്ങനെ ഉണ്ട്. കബന്ധം ചൽ ഉരുളെന്നും അർത്ഥമുണ്ട്, ശവം കഴുത്തിൻ്റെ മുകളിലേക്കില്ലാത്ത ശവമെന്നും അർത്ഥമുണ്ട്. ഇവിടെ എന്താ വെച്ചാൽ കബന്ധൻ ഇവന് കഴുത്തിൻ്റെ മുകളിലേക്ക് ഒന്നുമില്ല, താഴേക്കേ ഉള്ളൂ. കൈയുണ്ട്, വായുണ്ട്, അത് മതി, അത്രയ്ക്ക് വേണ്ടു. മുകളിലേക്കുള്ളതൊന്നും ആവശ്യമുള്ളൂ. ചിലരങ്ങനെയാണ്. ഈ തലയിലിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അവയവം എന്താണ്? പിന്നെന്താ അത്ര സംശയം? അത് വയറ്റത്ത് പിടിപ്പിച്ചാൽ പോരെ. എന്നാ പിന്നെ ഈ സാധനം എന്തിൻ്റെ ആവശ്യമില്ല? നേരം പോക്കിന് പറഞ്ഞാലേ ഇവൻ അങ്ങനെ തന്നെ ഉണ്ടായത്. അതായത് തലയില്ല പറഞ്ഞ അർത്ഥം എന്താ? നമ്മൾ നാട്ടിൽ പറയില്ലേ, അയാൾക്ക് 3 മക്കളാണ്, ആ മൂത്തോന് തലയില്ല. ചെന്തർത്ഥം അങ്ങനെ പറയല്ലേ ഭാഷയിൽ? മൂത്തോന് തലയില്ല, രണ്ടാമത്തോൻ, മൂന്നാമത്തോന് കുഴപ്പമില്ല എന്നൊക്കെ പറയും. മൂത്തോന് തലയില്ല ചെന്തർത്ഥം? തലയില്ലാണ്ട് അങ്ങനെ നടക്കുന്ന പ്രേതത്തിൻ്റെ മാതിരി അല്ല. തലയില്ല പറഞ്ഞാൽ ബുദ്ധിയില്ല, വിവരമില്ല, നമുക്ക് പ്രാപ്തി, അങ്ങനെയൊക്കെ പറയുന്ന ഭാഷയില്ലേ. അപ്പം ഇവന് തലയില്ല, ഇവനെന്തേ ഉള്ളൂ? ഇവൻ്റെ ഒരു സ്വരൂപം. അതായത് ഈ കബന്ധനെ കൈയൊക്കെ വെട്ടി ഇവർ മുറിച്ച സമയത്ത് ഇവർ പറയും ദിഷ്ട്യാചേമൗ നീ ഇവർ കൈ വിരൂപം യച്ചമേ പ്രാപ്തം രൂപം ഹവിനയാൽ യഥാ. ഇവൻ്റെ ശാപം കൊണ്ടാണ് എന്തായത് ഈ ഇങ്ങനെ ഒരു രാക്ഷസനായിട്ട് തീർന്നത്. അവൻ എന്നിട്ട് പറയുകയും ചെയ്തു, രാമ നിങ്ങൾ എൻ്റെ കൈയൊക്കെ മുറിച്ചില്ലേ, വളരെ നന്നായി, സന്തോഷമായി. അത് എനിക്ക് എന്തുണ്ടെന്നറിയൂ, ഇപ്പം എൻ്റെ ശാപമോക്ഷം വന്നിരിക്കണോ, കൈ മുറിച്ചതുകൊണ്ട്. ഞാൻ തൻ്റെ ഈ സ്വരൂപം പറഞ്ഞു കൊടുത്തു. അസുരനായിട്ട് രാക്ഷസനായിട്ട് ഇരിക്കാൻ കാരണം എന്താ വെച്ചാൽ പണ്ട് ഇവൻ തപസ് ചെയ്തു, കേമായിട്ട് തപസ് ചെയ്തു. തപസ് ചെയ്തിട്ട് എന്താ വരം വാങ്ങിയെന്നറിയോ? ഒരിക്കലും മരണം ഉണ്ടാവാത്ത ദീർഘായുസ് തരണമെന്ന് വരം വാങ്ങി. ബ്രഹ്മാവിനോട് വരം വാങ്ങി. വരമൊക്കെ വാങ്ങി മരിക്കില്ലേ, ഈ ആയുസ് കുറേ കൊടുക്കും ചെയ്തു. അപ്പോഴാണ് ഈ അഹന്തകാരനെ ആയുസ് ഉണ്ടല്ലോ, വിഷമമില്ലല്ലോ എന്ന് ചോദിച്ചു യുദ്ധത്തിന് പുറപ്പെട്ടു. ദേവേന്ദ്രൻ എന്ത് ചെയ്തു? വന്നിട്ട് യുദ്ധത്തിൽ വജ്രം കൊണ്ട് കഴുത്തങ്ങോട്ട് വെട്ടി, തലയങ്ങോട്ട് പോയിട്ടും സാധനം ചത്തില്ല. എന്താ കാരണം? വരം മുമ്പത്തേതുണ്ടല്ലോ അവിടെ കിടക്കണു, ചത്തില്ലേ. അപ്പോൾ ഇതിന് തലയില്ലാണ്ട വന്നപ്പോഴാണ് ഈ ചോറുണ്ണാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലായത്. എന്ത്? ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലേ. ബ്രഹ്മാവിനോട് പറഞ്ഞു, ബ്രഹ്മദേവ ആയുസ്സും കുറേ കിടക്കണു, തലയില്ല, എന്ത് ചെയ്യും ചോദിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അത് ശരി തന്നെയാണ്, ഒരു ഉപായം കാണാമല്ലോ. ആരാലോചിച്ചു? ബ്രഹ്മാവ്. അങ്ങനെയാണ് ബ്രഹ്മാവ് ആലോചിച്ച് തീരുമാനിച്ച് എന്ത് ചെയ്തത്? ഈ ഓട്ടം നടുക്കാക്കി കൊടുത്തത്. എന്താ ഗുണമുണ്ട്? ഗോതമ്പ് മില്ല് നെല്ല് കുത്തണ യന്ത്രം പോലെ നടുക്കാണ്ട് വെച്ചെടുത്ത് കോരി അണിച്ച് എരിഞ്ഞാൽ മതിയല്ലോ. എന്താ
അപ്പോൾ നമുക്ക് ഇതിയേ പോയി അതേ പോയി പിന്നെ അതിൻ്റെ കുറേ വെള്ളം ചെല്ലണം, കുറേ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഇനി ശ്വാസം വലിക്കുമ്പോൾ അതേ പോയി അത് മറ്റേക്ക് പോവും. എന്ത് പല ജാതി ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ നടക്കുക. ഇതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ കോരുക ഒഴിക്കുക. വക്ഷസിവദനവും യോജനബാഹുക്കളും നല്ല സൗകര്യമാണ്. ഇപ്പം നമ്മൾ ഈ പണ്ടൊക്കെ ഉത്തരഭാരതത്തിലൊക്കെ പോയി ഈ പുഴകളിലൊക്കെ ഇരിക്കണേ ചണ്ടി ചപ്പും ചവറും നീക്കാനായിട്ടൊരു യന്ത്രമുണ്ട്. ഗംഗയിലും യമുനയിലൊക്കെ ചണ്ടി ചപ്പും ചവറൊക്കെ ഉണ്ട്, ഒരു പൂക്കളൊക്കെ ഇതിലൊക്കെ നീക്കാൻ ഒരു യന്ത്രം. ആ യന്ത്രം എങ്ങനെയാണെന്നറിയോ? നെഞ്ചത്തരിച്ച് നിലവിളിക്കുകയല്ല, എന്താ കണ്ടാൽ തോന്നുന്നു അങ്ങനെയാണെന്ന്. അതായത് ഈ ഒഴുകി വരുന്ന പൂക്കളെ ചണ്ടി നാളികേരം ചകിരി അതൊക്കെ ഉണ്ടാവില്ലേ ഭക്തന്മാർ ഇടുന്നത്, അതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു കൈ പോലത്തെ ഒരു സാധനമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വലിച്ചിട്ട് ഒരു ചണ്ടി നിറയ്ക്കുന്ന കൊട്ട പോലത്തെ ഒരു സാധനമുണ്ട്, അതിലേക്ക് ഇങ്ങനെ വലിച്ചിടും. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി ഇങ്ങനെ പോവും, ഇങ്ങനെ JCB പോലത്തെ ഒരു വണ്ടിയാണ്, വെള്ളത്തെ കൂടി ഇങ്ങനെ പോവും, ഇങ്ങനെ വലിച്ചിടും. ഈ ചാക്കിലെ ചണ്ടിയൊക്കെ കൊടുക്കാം കോരിക്കളയും. അങ്ങനെ ഒരു സാധനം ഏതാണ്ട് നമുക്ക് തോന്നുകയാണേ ഈ കബന്ധനെ കണ്ടതിൻ്റെ ശേഷമാണോ ഈ മിഷൻ ഉണ്ടാക്കിയതെന്ന്. ഇത് കബന്ധൻ്റെ പരിപാടി തന്നെയാണ്. എന്താ കൈ കുറേ നീളമുണ്ട്, കൈ നീളമുള്ളതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കുറേ ദൂരേന്ന് യോജനബാഹുക്കളും കൈ കുറേ നീളമുള്ളതുകൊണ്ട് ഇങ്ങനെ ദൂരേന്ന് പിടിക്കുക ചാക്കയ്ക്ക് നിറയ്ക്കുക അങ്ങനെയായിട്ട് തീർന്നു. അങ്ങനെയാണ് അങ്ങനെ. ഇപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വികൃതമായിട്ട് നടക്കല്ലേ, പറഞ്ഞ പേടിക്കേണ്ട, രാമനും ലക്ഷ്മണനൊക്കെ വരും, അവരുടെ കയ്യിൽ മഴുവൊക്കെ ഉണ്ടാവും, അവർ മാവിൻ്റെ കൊമ്പ് വെട്ടുമ്പോൾ എന്ത് വെട്ടും, എൻ്റെ കൈയൊക്കെ വിട്ട് നിനക്ക് നന്മയുണ്ടാവും എന്നും പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ വശമായിട്ട് എനിക്ക് എന്തുണ്ടായി? സന്തോഷമായിട്ടോ. അപ്പം അതുകൊണ്ട് ആ കബന്ധൻ നല്ല മട്ടുമാതിരിയായിട്ട് വന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ ഈ ശരീരം ഞാൻ ഉപേക്ഷിക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യൂ? നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിലൊന്നും ഞാൻ പറഞ്ഞ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ വന്നതേ. അതുകൊണ്ട് ശ്രേഷ്ഠന്മാരായ ഇല്ലേ കുമാരന്മാരെ, നിങ്ങൾ എന്നെ നന്നായിട്ട് ഒന്ന് സംസ്കരിക്കണം. ഞാൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണ്ട വഴികൾ പറഞ്ഞു തരാം എന്നും പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന് എന്ത് വന്നു? ഈ ശരീരം ദഹിപ്പിച്ചാലേ ദിവ്യമായ എന്ത് വരുള്ളൂ? ബോധം വരുള്ളൂ. അപ്പോൾ ദിവ്യമായ ബോധം വന്ന സമയത്ത് ശരീരം ദഹിപ്പിച്ചാൽ ഞാൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വഴി പറഞ്ഞു തരാമെന്നും പറഞ്ഞു. ഇവർ മറകൻ്റെ കൊള്ളിയൊക്കെ വെച്ച് ശരീരം ദഹിപ്പിച്ചപ്പം ദിവ്യനായ ഒരു പുരുഷൻ അഗ്നിന്ന് പൊങ്ങി വന്നിട്ട് വഴി പറഞ്ഞു കൊടുത്തു. എന്ത് ചെയ്യണം? നിങ്ങൾ എന്താ പോണ വഴിക്ക് പോയിക്കോളൂ. ഇവിടുന്ന് നേരെ എവിടേക്കാണ് പോകേണ്ടത്? തെക്കോട്ട് പോയാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? സീതാപ്രാപ്തിക്കുള്ള വിദ്യ പറഞ്ഞു തരാൻ പോയാൽ എവിടെ എത്തും? കിഷ്കിന്ധ എന്ന് പറഞ്ഞൊരു നാടുണ്ട്, അവിടെ എത്തും. അവിടെ ചെന്നാൽ സുഗ്രീവനോട് കൂടി സഖ്യം ചെയ്തിട്ട് നിങ്ങൾ വേണ്ടതൊക്കെ ചെയ്തോളൂ എന്ന് നമ്മൾ വഴി പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ കബന്ധനാണ് ആ ഒരു സൂചന കൊടുത്തത്. പോകാനുള്ള വഴികളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇവരെന്ത് ചെയ്തു? അവിടുന്ന് പോകുന്നു. വീണ്ടും നടന്ന് സീതയിലേക്ക് കിട്ടാനുള്ള വഴി എന്താണെന്ന് ആലോചിച്ച് ഋഷ്യമുഖം എന്നൊക്കെ പറഞ്ഞ പർവ്വതത്തിലാണ് താമസിക്കണേന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ദേവേന്ദ്രൻ്റെ മകൻ ബാലിയെ പേടിച്ചിട്ട് താമസിക്കുകയാണ്, അങ്ങോട്ട് ചെന്നോളൂ. അപ്പം ഇതൊക്കെ കേട്ട ഋക്ഷരാജപുത്രനായ അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ കേമത്തരം കണക്കാക്കി അവിടെ ചെന്നാൽ കാര്യം നേരെയാവുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ഋഷ്യമുഖ പർവ്വതത്തിലേക്ക് പോകാനുള്ള വഴിയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ആ വഴി കൂടി ഇവർ പറഞ്ഞ വഴി കൂടി ഇങ്ങനെ പോയി പല ദിക്കിലും സഞ്ചരിച്ച് അവരെത്തി. പല കാട്ടിൽ കൂടിയൊക്കെ പോകുമ്പോൾ പല ജാതി പക്ഷികളെ കണ്ടു, പല മൃഗങ്ങളെയും കണ്ടു. പറഞ്ഞതിൻ്റെ അർത്ഥം ഇവർ ഉത്തരഭാരതത്തിൽ നിന്ന് പോകുന്ന ഈ കുമാരന്മാർ ഗോദാവരി നദിയുടെ തീരം മഹാരാഷ്ട്രയാണ് കേട്ടോ. മഹാരാഷ്ട്രയിൽ വന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് അവിടുന്ന് ഇപ്പം എങ്ങടാ പോരുന്നത്? നേരെ തെക്കോട്ട് പോരുക. മഹാരാഷ്ട്രയിൽ നിന്ന് തെക്കോട്ട് പോന്ന് അവരെത്തിപ്പെടുന്നത് എവിടെയെന്നറിയോ? വരുന്ന വഴിക്ക് മതംഗ മഹർഷിയുടെ ആശ്രമം കണ്ടു. മതംഗാശ്രമം. ഈ മതംഗാശ്രമത്തിൽ കയറി അവരെ കബന്ധൻ പറഞ്ഞ വഴി നോക്കിയിട്ടാണ് പോകുന്നത്. കബന്ധ മഹർഷിയുടെ ആശ്രമത്തിൽ ഈ നമ്മുടെ മതംഗ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നപ്പം മതംഗ മഹർഷി അവിടെ ഇല്ല. ആരെ കണ്ടു? നല്ലോണം ഈ നമ്മുടെ കിഷ്കിന്ധ രാജ്യത്തേക്ക് പോരുന്ന സമയത്ത് ഒന്നാം തരത്തിൽ ഒരു പമ്പാസരസ് പറഞ്ഞൊരു തടാകമുണ്ട്. ആ തടാകമൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ആരെയെ കണ്ടത്? തൗ പുഷ്കരിണ്യാ പമ്പായാ തീരമാസാദ്യ പശ്ചിമം. പമ്പാ നദിയുടെ പടിഞ്ഞാറേ കരയിലെത്തിയപ്പോൾ എന്ത് കണ്ടു? അപശ്യതാം തതസ്തത്ര ശബര്യാ രമ്യമാശ്രമം. ശബരി എന്ന് പറഞ്ഞ മുത്തശ്ശിയമ്മയുടെ ആശ്രമം കണ്ടു. ഈ ശബരി മുത്തശ്ശിയമ്മയുടെ ആശ്രമം കണ്ടപ്പം അവരവിടെ ചെന്നു. എന്താന്നല്ലേ, നല്ലോണം സന്തോഷമായി. ശ്രീരാമേന്ദ്രസ്വാമിയെ കണ്ട സമയത്ത് ആ അമ്മ ഓടി വന്ന് ആദ്യം ആചമനീയം സർവം കാലെഴുകാനുള്ളതും കഴിക്കാനുള്ളതൊക്കെ കൊണ്ടുപോയി കൊടുത്തു. കച്ചിത്തേ നിർജിത വിഘ്ന കച്ചിത്ത ചോദിച്ചു, വല്യമ്മേ തപസ്സിനൊന്നും തടസ്സമില്ലല്ലോ, നന്നായി പോണില്ലേ എന്നൊക്കെ ചോദിച്ചു. വല്യമ്മ വന്ന് തൊഴുതു നല്ലോണം അങ്ങോട്ട് വേണ്ട മാതിരി. എന്നിട്ട് എന്താണ്ടായിച്ചാൽ ശബരി ശശംസ ശബരി വൃദ്ധ. ശബരി വൃദ്ധാച്ചാൽ ചെറുപ്പക്കാരി അമ്മയല്ല, എന്തായാലും കുറച്ച് പ്രായമുള്ള മുത്തശ്ശമ്മയാണ് ശബരി മുത്തശ്ശമ്മ പറഞ്ഞു, അദ്യ പ്രാപ്ത തപസ്സിദ്ധി തവ സന്ദർശനാന്മയ. അങ്ങ് വന്നതോടെ എൻ്റെ തപസ് എന്തായിട്ട് തീർന്നു?
സിദ്ധിയായി, തപസ്സിൻ്റെ സിദ്ധിയായി. മാത്രമല്ല അദ്യമേ സഫലം ജന്മ ഗുരവശ്ച സുപൂജിതാഹ, എൻ്റെ ജന്മം സഫലമായി. ഗുരുനാഥന്മാരെയൊക്കെ ഞാൻ പൂജിച്ചതിൻ്റെ പുണ്യപ്പെന്നാണ് എനിക്ക് കിട്ടിയത്, സന്തോഷമായി എന്നും പറഞ്ഞിട്ട് ചക്ഷുഷാ തവ സൗമ്യേന, കണ്ണുകൊണ്ട് അങ്ങേ കാണാനും കൈകൊണ്ട് ആ തൃപ്പാദം തൊട്ട് തൊഴുകാനും ഒക്കെ എനിക്ക് സാധിച്ചുല്ലോ എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയമ്മ നല്ലോണം തൊഴുതു. വാസ്തവത്തിൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? കുറച്ച് ചിന്തിക്കണം. എന്നിട്ട് പറയും, ഈ മുത്തശ്ശി ശബരി മുത്തശ്ശി എന്ന് കൊണ്ടുപോയിട്ട് ശ്രീരാമേന്ദ്ര സ്വാമിക്കും ലക്ഷ്മണനും പഴങ്ങളും പലജാതി വസ്തുക്കൾ കൊണ്ടുപോയി വെച്ച് നമസ്കരിച്ചു. അതൊക്കെ കഴിച്ചു സന്തോഷമായി. അവർ അമ്മയെ ചേർത്ത് പിടിച്ച് അടുത്തേക്ക് ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചിട്ട് അവിടുന്ന് പോകുന്നത്. പുഷ്പമാല്യങ്ങൾ, വേണ്ട വസ്തുക്കൾ ഇതൊക്കെ കൊടുത്തു. എന്നിട്ട് പറയുകയും ചെയ്തു, അർച്ചിതോഹം ത്വയാ ഭദ്രേ, അമ്മേ വലിയ ഭാഗ്യമായി, എന്തൊക്കെ തന്നിട്ടാ സൽക്കരിച്ചത്. അതുകൊണ്ട് ഗച്ഛകാമം യഥാ സുഖം, അമ്മ